ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നീറ്റ് 2026 അല്ലേ നമ്മുടെ ഡ്രീം ഡേ. ആ ദിവസത്തേക്ക് നമുക്കിനി ഉള്ളത് 365 ഡേയ്സ്. ദാറ്റ് മീൻസ് ഒരു വർഷം അല്ലേ. ദാറ്റ് മീൻസ് വി ഹാവ് അറൌണ്ട് 12 മന്ത്സ്, അറൌണ്ട് 52 ആഴ്ചകൾ, 52 വീക്സ് ആണ് നമുക്കുള്ളത്. നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ നല്ല രീതിയിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ നീറ്റ് 2026 നിങ്ങൾക്ക് അടിപൊളി സ്കോർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വാങ്ങിക്കാം. ബിക്കോസ് ദ ടൈംസ് ആർ ചേഞ്ചിങ്. ഓക്കെ, നീറ്റിന് നിങ്ങൾ കുറച്ച് സ്മാർട്ടായിട്ട് നിങ്ങളുടെ +1 +2 സിലബസ് പഠിക്കുന്നതിനൊപ്പം തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു പ്ലാനോട് കൂടി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിനായിട്ടൊരു റോഡ് മാപ്പ്, ഓക്കെ, എൻറ്റയർ ഇയർ നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു റോഡ് മാപ്പ്, ഒരു ക്ലാരിറ്റി തരാനാണ് മിസ് വന്നത്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വി ഷുഡ് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ദ പെൻഡിങ് ടോപ്പിക്സ്. അതായത് +1 കുറേ ടോപ്പിക്സ് എനിക്ക് അറിയില്ല, അത് പെൻഡിങ് ആണെന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, യു ഹാവ് ടു മേക്ക് ഷുവർ ഞാൻ 12th ടോപ്പിക്സ് പഠിക്കുമ്പോൾ നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടെ, കോൺസെപ്റ്റ് ഡീപ്പായിട്ട് മനസ്സിലാക്കി ഞാൻ പഠിക്കും. പിന്നെ ഐ വിൽ ഡിസൈഡ് ഓൺ വാട്ട് സ്റ്റഡി മെറ്റീരിയൽ ഐ എം ഗോയിങ് ടു റെഫർ. NCERT റീഡിങ് എന്താണെങ്കിലും വേണം. ഓക്കെ, അത് കൂടാതെ അഡീഷണലി നിങ്ങൾ എവിടെയാണോ പഠിക്കാനായിരിക്കുന്നത്, സൈലത്തിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, ഒരു പെർട്ടിക്കുലർ DPP സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ റെഫർ ചെയ്യുന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ആദ്യമേ തന്നെ കോൺസ്റ്റൻ്റ്ലി അത് റെഫർ ചെയ്ത് പോവുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്കൂളിലെ സിലബസ് പഠിക്കാനുണ്ട്, സ്കൂളിലെ എക്സാമുകളുണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം ഇതും കൊണ്ടുപോകണം. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഗോ ബൈ റെഫറിങ് മൾട്ടിപ്പിൾ തിങ്സ്, ടേക്കിംഗ് മൾട്ടിപ്പിൾ അഡ്വൈസസ്, നോട്ട് നീഡഡ്. സ്റ്റിക്ക് ടു വൺ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക്, യുവർ NCERT, വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലസ് ഒരു അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽ. ഓക്കെ, പിന്നെ നാലാമത്തെ കാര്യം, മേക്ക് ഷുവർ യുവർ എക്സാംസ്, അതായത് നിങ്ങളുടെ മോക്ക് എക്സാമുകൾ അല്ലെങ്കിൽ നീറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. എക്സാമിനെ കുറിച്ചല്ല ഞാൻ ആദ്യം പറയുന്നത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസിനെ കുറിച്ചാണ്. അത് നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂളിൻ്റെ ഒരു ഭാഗമാക്കുക. അതായത് നിങ്ങൾ വിചാരിക്കും ആദ്യം കുറച്ച് സിലബസ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാം. നോ, ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് നിങ്ങൾ എപ്പം പഠിക്കാൻ തീരുമാനിക്കുന്നോ, എപ്പോൾ തുടങ്ങുന്നോ ആദ്യത്തെ ദിവസം മുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ അഞ്ചാമത്തതാണ് മോക്ക് എക്സാമുകൾ. നീറ്റ് പാറ്റേണിലുള്ള എക്സാമുകൾ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ അത് മേക്ക് ഷുവർ യു അറ്റൻഡ് ഇറ്റ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ വലിയ മൂഡൊന്നും ഉണ്ടാവില്ല. പിന്നെ അതായത് നീറ്റ് പാറ്റേണിലൊക്കെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും നമ്മളെ സ്റ്റോപ്പ് ചെയ്യരുത്. ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, ആ ഒരു പാറ്റേണിൽ അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നീറ്റ് നമുക്കുള്ളത് 52 വീക്സ് ആണെന്ന് മിസ് പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് 81 ചാപ്റ്റേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, +1 ആൻഡ് +2 സിലബസ് ഇൻക്ലൂഡഡ്, ബോത്ത് ടുഗെദർ 81 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ആ 81 ചാപ്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കുള്ളത് 365 ദിവസമാണ് പഠിക്കാൻ. ഓക്കെ, പോട്ടെ കുറേ ദിവസം നിങ്ങൾ ഹോളിഡേയ്സ് ആയിട്ടും ലീവായിട്ടും ഒക്കെ നമ്മൾ കുറേ ദിവസങ്ങൾ കളഞ്ഞാൽ പോലും നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിച്ചാലും യു ക്യാൻ ഈസിലി സ്കോർ വെൽ ഇൻ നീറ്റ് 2025. അപ്പോൾ അതിനുള്ള ഒരു പ്ലാനാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ആഴ്ചയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്താലും ആദ്യം മുതലേ ആ പ്ലാൻ ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യുക. ഓക്കെ, മേക്ക് ഷുവർ അതിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമുക്ക് മടിയൊക്കെ വരും, ഒരു ബ്രേക്ക് വന്നാലും പ്ലീസ് മേക്ക് ഷുവർ യു ഗെറ്റ് ബാക്ക് ടു ദാറ്റ് പ്ലാൻ, ഗെറ്റ് ബാക്ക് ടു ദാറ്റ് റൂട്ടീൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ആദ്യത്തെ വീക്കിൽ സ്റ്റാർട്ടിങ് ഫ്രം April 10th, ഓക്കെ, മാം ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് പറഞ്ഞതാണ്. ഒരു 7 days ഷെഡ്യൂൾ, 7 days അങ്ങനെയാണ്. 7 days വേണ്ട, 6 days അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം നമ്മൾ ബഫർ ഡേ ആയിട്ട് വെക്കുകയാണ് കേട്ടോ. 6 days പ്ലാൻ ആണ്. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ഒന്നെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി, അതിലെ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ നോക്കും. അതിൻ്റെ ബേസിക്സ് പഠിക്കാനാണ് നമ്മൾ ആദ്യം നോക്കണം. ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ NCERT ഫുള്ള് വായിക്കണമെന്നോ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്നോ ഒന്നുമില്ല. ആ ചാപ്റ്ററിലെ ബേസിക് കോൺസെപ്റ്റ്സ് നല്ല ഡെപ്തിൽ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കുള്ള ഒരു നമ്പർ ഓഫ് ചാപ്റ്റേഴ്സും ടൈമും നോക്കുകയാണെങ്കിൽ 81 ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് 52 ആഴ്ചയാണുള്ളത്. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ ശരിക്കും ഒരു ചാപ്റ്ററൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സിലബസ് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു വീക്ക്ലി സ്റ്റഡി ടാർഗറ്റ് സെറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ 5 ദിവസം ഞാൻ പഠിക്കും, 6ാമത്തെ ദിവസം ഞാൻ റിവൈസ് ചെയ്യും, ഞാൻ സെൽഫ് അനാലിസിസ് ചെയ്യും. 5 days ഓഫ് ലേണിംഗ്, 6 day നമ്മൾ അനാലിസിസ് ചെയ്യും. അപ്പോൾ മൺഡേ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ മക്കളുണ്ടാകും, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ സെൽഫ് സ്റ്റഡിക്കായിട്ട് ഒരു 3 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കണം. ഡെയിലി 3 hours ഫോർ സെൽഫ് സ്റ്റഡി ഫോർ യുവർ നീറ്റ് പ്രിപ്പറേഷൻ. പ്രോമിസ് മീ യു വിൽ ഡു ദാറ്റ്? യെസ്? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 മണിക്കൂറിൽ
2 മണിക്കൂർ നമ്മൾ വായിക്കും. അപ്പം നിങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ചിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ നമ്മളെല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. 2 hours കൊണ്ട് നിങ്ങൾ ആ ടോപ്പിക്ക് നല്ല പോലെ റിവൈസ് ചെയ്യും. അത് ബയോളജി ആകാം, ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആകാം. സപ്പോസ് മൺഡേ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മൺഡേ ട്യൂസ്ഡേ നിങ്ങൾ ഫിസിക്സ് എടുത്തു, വെൻസ്ഡേ തേഴ്സ്ഡേ നിങ്ങൾ കെമിസ്ട്രി എടുത്തു, ആൻഡ് ഫ്രൈഡേ നിങ്ങൾ ബയോളജി, ബോട്ടണി ഓർ സുവോളജി വായിച്ചു. സാറ്റർഡേ ഇത് മൊത്തം നമ്മൾ റിവൈസ് ചെയ്യും. സൺഡേ നമ്മളൊരു ബഫറായിട്ട് വെക്കുകയാണ്. അന്ന് നമ്മൾ ചിലപ്പം ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അന്ന് നമുക്ക് സ്കൂൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കാം. കാരണം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, സ്കൂൾ വർക്ക് ഞാൻ എപ്പോൾ ചെയ്യും? കാരണം സ്കൂളിലെ ഹോംവർക്ക്സ്, കാര്യങ്ങൾ, റെക്കോർഡ് വർക്ക് ഒക്കെ ഉണ്ടാകും. അപ്പോൾ സൺഡേ ഈവനിങ്സ് നമുക്ക് സ്കൂൾ വർക്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ആ ഒരു ഡേ നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഈവനിങ്സ് ഈ വർക്കുകൾ ചെയ്യാൻ, പെൻഡിങ് സ്കൂൾ വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പം അതായത് നമ്മുടെ സ്കൂൾ റുട്ടീനിൽ ഇപ്പം നിങ്ങൾ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് ഉള്ളവരുണ്ടാകും, ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു 2 hours നിങ്ങൾ അല്ലെങ്കിൽ ഒരു 1 hour നിങ്ങൾ സ്കൂൾ വർക്ക് ചെയ്യാൻ വേണ്ടി, ഹോം വർക്ക് ചെയ്യാൻ വേണ്ടി, റെക്കോർഡ് വർക്ക് എഴുതാൻ വേണ്ടി ചെയ്തെന്ന് വിചാരിക്കുക. സ്കൂൾ വർക്ക് മാക്സിമം സ്കൂളിൽ നിന്ന് തന്നെ തീർക്കാൻ നോക്കുക. അങ്ങനെ തീർന്നില്ലെങ്കിൽ, അതായത് റെക്കോർഡ് വർക്കൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ ചെയ്യാൻ നോക്കുക. ബ്രേക്സ് കിട്ടുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരു 1.5 hour ഒക്കെ മാക്സിമം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പ്ലീസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീറ്റ് എക്സാം നിങ്ങൾക്ക് തരുന്നത് ഒരു സെക്യൂർ കരിയർ ആണ്. സ്കൂളിലെ ഫുൾ A+ നിങ്ങൾക്ക് തരുന്നത് ഒരു പ്രിവിലേജ് ആണ്. അതായത് കുറേ മാർക്ക് ഉണ്ടെന്നുള്ള ഒരു ഇത് മാത്രമാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് നീഡഡ് ഫോർ യുവർ സേഫ് കരിയർ, അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ വൈകിട്ട് വരുന്നു, 1 മണിക്കൂർ നിങ്ങൾ സ്കൂൾ വർക്ക് ചെയ്യുന്നു, ബാക്കി 3 hours ഓക്കെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ പോവാണ് നീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 2 hours നമ്മൾ വായിക്കും. നമുക്ക് എന്തും വായിക്കാം. നിങ്ങളിപ്പം പഠിക്കാൻ ഉദ്ദേശിച്ച ജെനറ്റിക്സ് ആണെന്ന് വിചാരിക്കുക. ജെനറ്റിക്സിലെ ആ ടോപ്പിക്ക് നല്ല പോലെ വായിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 30 minutes ആദ്യം നമ്മൾ 2 hours നല്ലപോലെ നമ്മുടെ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയോ നിങ്ങളുടേതായ രീതിയിൽ അതിനെ പഠിച്ചു. ഓക്കെ, നിങ്ങൾ അതൊന്ന് റീകോൾ ചെയ്ത് നോക്കി. പല മെത്തേഡ്സ് ഉണ്ട്. ആക്റ്റീവ് റീകോൾ മെത്തേഡ് ഉണ്ട്. നമ്മൾ വായിക്കുന്നു, വീഡിയോ കാണുന്നു, നമ്മൾ തന്നെ പറഞ്ഞു നോക്കുന്നു. അങ്ങനെ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ട് വേറെ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പറയാം. നമ്മൾ പഠിച്ചിട്ട് നമുക്കത് എഴുതി നോക്കാം. ഫ്ലോ ചാർട്ട് പോലെ എഴുതി നോക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പോമഡോറോ മെത്തേഡ് യൂസ് ചെയ്യുക. ഈ 2 hour സ്ലോട്ടിനെ നിങ്ങൾക്ക് 15 minutes അങ്ങനെ തിരിക്കാം. 15 minutes വായിക്കുന്നു, 5 minutes ബ്രേക്ക് എടുക്കുന്നു. 15 minutes വായിക്കുന്നു, 5 minutes ബ്രേക്ക് എടുക്കുന്നു. അതാണ് പോമഡോറോ മെത്തേഡ്. അങ്ങനെ ഈ 2 hours നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇറ്റ് ഇസ് ടോട്ടലി അപ് ടു യു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള 30 minutes നമ്മൾ എന്ത് ചെയ്യും? 30 minutes ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ NCERT വായിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ഇപ്പം ജെനറ്റിക്സ് ചാപ്റ്റർ ആണ് വായിച്ചതെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിലെ ടോപ്പിക്സ് നിങ്ങൾ നല്ലപോലെ പഠിച്ചെങ്കിൽ അത്രയും ഭാഗം നിങ്ങൾ NCERT ബുക്ക് 1/2 മണിക്കൂർ വായിക്കും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വായിക്കും. പിന്നെ നെക്സ്റ്റ് 30 minutes നിങ്ങൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കും. നിങ്ങൾ വിചാരിക്കും, തന്നെ പഠിക്കാൻ വിചാരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ്, നീറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 hours ഓഫ് റീഡിങ്, 30 minutes, 2 hours ഓഫ് ലേണിംഗ് ദ ടോപ്പിക്, 30 minutes ഓഫ് NCERT റീഡിംഗ് ഓഫ് ദ ടോപ്പിക് ആൻഡ് 30 minutes ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈമർ വെച്ച് ചെയ്യുക. 30 minutes ക്വസ്റ്റ്യൻസ് ചെയ്യുക. 30 ഇപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 20 ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കുക. 30 minutes ടൈമർ വെക്കുക. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നു. തെറ്റിപ്പോയാൽ ഇറ്റ്സ് ഓക്കെ. അവസാനം മാത്രമേ നമ്മൾ കീ നോക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് തെറ്റിപ്പോയതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യം കൊണ്ട് നമ്മുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. സെക്കൻഡ് ഡേ നമ്മൾ വരുന്നു, ആ ചാപ്റ്ററിൻ്റെ ബാക്കി വായിക്കുന്നു, അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ ബാക്കി. ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ആ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം ഫിസിക്സ്, 2 ദിവസം കെമിസ്ട്രി, 1 ദിവസം ബോട്ടണി ഓർ സുവോളജി. പിന്നെ സാറ്റർഡേ വരുമ്പം നമ്മൾ അന്നത്തെ ദിവസം ചെയ്യുക, നമ്മൾ ആ ആഴ്ച പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ഓർ സുവോളജി മൊത്തം നോക്കുന്നു, ടോപ്പിക്ക് നോക്കുന്നു. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുന്നു. അതിനെ ബേസിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അന്ന് നിങ്ങൾക്ക് മോക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ഒരു ടെസ്റ്റ് പോലെ എഴുതി ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആദ്യമേ ചെയ്യുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഴ്ച മുഴുവൻ ചെയ്തപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് തെറ്റിപ്പോയി? ആ കോൺസെപ്റ്റ് എനിക്ക് എന്താണ് മനസ്സിലാവാത്തത്? അത് നമ്മൾ ഒന്നും കൂടി പഠിക്കും. അങ്ങനെ നമ്മുടെ സാറ്റർഡേ വരെയുള്ള സമയം ഷെഡ്യൂൾ റെഡി ആയില്ലേ? സൺഡേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നീറ്റിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട. ഇനി സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ബാക്കി പെൻഡിങ് ആയിട്ടുള്ള സ്കൂൾ വർക്കോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അഗെയിൻ നമ്മൾ മൺഡേ മുതൽ ഈ ഒരു
ഷെഡ്യൂളിലേക്ക് വരികയാണ്. ഇനി സൺഡേസ് നിങ്ങൾക്ക് സ്കൂൾ വർക്ക് ഇല്ലാത്ത സമയമാണെങ്കിൽ മോക്ക് എക്സാമുകൾ എഴുതാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ NCERT വായിക്കാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ ആദ്യത്തെ ആഴ്ച മുതൽ ഈ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്താലേ ഈ വർഷം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും. പിന്നെ ഒരു ടിപ്പും കൂടിയുണ്ട്. നിങ്ങളെ ഏറ്റവും കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ 11th സിലബസ്. അത് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങൾക്ക് 11th ടോപ്പിക് റിവൈസ് ചെയ്യാൻ സ്പെഷ്യൽ ടൈം ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആയിരിക്കും, 11th ഒന്നും അറിയില്ല, ബേസിക്സ് അറിയില്ല. അപ്പോൾ ഈ സൺഡേസിലുള്ള ഒരു ഡേ ഇല്ലേ, ആ ഡേയിൽ നമുക്കൊരു ടൈം ടേബിൾ ഇട്ട് തുടങ്ങാം, ഒരു പാരലൽ ടൈം ടേബിൾ കൊണ്ടുപോവുക. ഞാൻ വീക്കെൻഡ്സിൽ +1 ടോപ്പിക്സ് നോക്കും, അപ്പോൾ ഫിസിക്സ് നോക്കാം, ആദ്യത്തെ ആഴ്ച ഫിസിക്സ് നോക്കാം, നെക്സ്റ്റ് ആഴ്ച കെമിസ്ട്രി നോക്കാം, അങ്ങനെ നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ആ വഴിക്കും നിങ്ങൾക്ക് ബേസിക്സ് പഠിച്ചു പോകാം. അപ്പോൾ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ. അപ്പോൾ നമുക്കിനി 52 വീക്സ് ആണ്. അപ്പോൾ ഒരു 50th ഒന്നും വേണ്ട, എനിക്ക് തോന്നുന്നു ഒരു 30-35 വീക്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ഫുൾ സിലബസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വരുന്നത് റിവിഷൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ആ ഒരു 2-3 months ടൈം നമ്മൾ റിവിഷൻ ആയിരിക്കും ചെയ്യുക. അതായത് ഈ ഒരു പ്ലാൻ നമ്മളിപ്പോൾ ഏപ്രിൽ മുതൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ മക്കളെ, ബൈ നവംബർ മന്ത് നിങ്ങളുടെ സിലബസ് ഫുള്ള് കഴിയും. പിന്നെ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ശരിക്കും 4 മാസമൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി കിട്ടും. ഓക്കെ, അതായത് ഈ ഫുൾ സിലബസ് ഒന്നും കൂടി നോക്കാനും +1 സിലബസ് നോക്കാനും, അതേസമയം നിങ്ങളുടെ ബോർഡ് എക്സാം വരും, പ്രാക്ടിക്കൽ എക്സാം വരും, അതിന് പഠിക്കാനും ഒക്കെ സമയം കിട്ടും. അപ്പോൾ സമയം കിട്ടുന്നില്ലാതെ നിങ്ങൾ വിചാരിക്കരുത്. ഈ രീതിയിൽ മക്കൾ ആദ്യമേ പഠിച്ചു പോവുകയാണെങ്കിൽ ഐ എം ടെലിങ് യു, നീറ്റിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു 680 എന്താണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ട്രസ്റ്റ് മീ. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്ലാൻ ഫോളോ ചെയ്യണം. കറക്റ്റ് സമയത്ത് സിലബസ് പഠിച്ചു തീർക്കണം. എന്നിട്ട് അവസാന മാസങ്ങളിൽ നല്ല പോലെ റിവിഷൻ ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള സെൽഫ് സ്റ്റഡി ഒരു പ്ലാൻ ആണ്. കാരണം ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്ക്, സൂപ്പർ കിങ്സിലുള്ളവർക്ക് ഓൾറെഡി നിങ്ങൾക്കുള്ള ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്, ക്ലാസ്സുകൾ സെറ്റാണ്. അപ്പോൾ ആ ഫ്ലോ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡീനെയും കൊണ്ടുപോയാൽ മതി. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റോഡ് മാപ്പ് ടു നീറ്റ് 2026, നിങ്ങളുടെ റോഡ് മാപ്പ് ടു എയിംസ് ഡൽഹി. കാരണം എയിംസ് പോലെയുള്ള ടോപ്പ് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും 690+, ഓക്കെ, ജനറലൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഈ വർഷത്തെ ഒരു ട്രെൻഡ് വെച്ച് 700+ വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എയിംസിൽ കയറാടാ. 19 ക്യാമ്പസ് ഉണ്ട് എയിംസിൻ്റെ. ഏത് ക്യാമ്പസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അവിടെ കിട്ടാൻ നിങ്ങൾക്ക് വേണ്ട ആവറേജ് മാർക്ക് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, കാറ്റഗറി ബേസ് ആയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാം. ഓക്കെ, അപ്പം നല്ലപോലെ പഠിച്ചു പോവുക. പിന്നെ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഈ വരുന്ന 2 ദിവസം മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ക്ലാസ് 11th, ക്ലാസ് 12th ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നീറ്റിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ ട്രൈ ചെയ്താൽ മതി, എല്ലാം വർക്കൗട്ട് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു ഡെയിലി ടൈം ടേബിള് ഇപ്പം ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഡെയിലി ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഒരു 6 AM to 9 AM ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ്, അല്ലെ 6 to 8 വരെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം എന്താണോ പഠിച്ചത്, NCERT ഒക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ, അതിന് NCERT റീഡിങ് ഒന്നും കൂടി ചെയ്യുക. രാവിലെ അതൊന്ന് റിവൈസ് ചെയ്ത് പോവുക. പിന്നെ ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 9 to evening 5 വരെ നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. പിന്നെ ഈവനിങ് നമ്മുടെ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ടോപ്പിക് സ്കൂൾ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ടൈം ഉണ്ടാകും. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്കൂൾ വർക്കിന് കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുക. പ്ലസ് മാക്സിമം ടൈം നമ്മളുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി, എക്സ്ക്ലൂസീവ് നീറ്റ് സ്റ്റഡി പ്ലാനിന് വേണ്ടി സെലക്ട് ചെയ്യുക. ഐ എം ടെലിങ് യു, യു ആർ ഗോയിങ് ടു ബി എ ഡോക്ടർ. നിങ്ങൾ എന്താണെങ്കിലും നീറ്റ് ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടും ഇഫ് യു ഗോ വിത്ത് ദിസ് പ്ലാൻ നൗ. അപ്പോൾ മിസ് പറഞ്ഞു തന്ന പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്ലാനിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, ആൻഡ് മാക്സിമം ഒരു 11:30 വരെ, 11:45 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പം മിസ് ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ മോർണിംഗ് ടൈം മിസ് പറഞ്ഞു 6 to 8 നിങ്ങൾ NCERT റീഡിങ് ഒന്ന് റിവൈസ് ചെയ്യുന്നു, അല്ലേ, തലേദിവസം പഠിച്ചൊന്ന് റിവൈസ് ചെയ്യുന്നു. പ്ലസ് നിങ്ങൾ രാവിലെ ഒരു 8 മുതൽ ഈവനിങ് വരെ നിങ്ങൾ സ്കൂളിൽ പോകുന്നു, ക്ലാസ്സസിന് പോകുന്നു. അതിനുശേഷം ഈവനിങ് വന്നിട്ട് ഒരു 5 to 6, ഒരു 6:30 വരെ നിങ്ങൾ റെസ്റ്റ്, റിലാക്സ് കാര്യങ്ങൾ ചെയ്യുന്നു. 6:30 to 7:30 നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വർക്ക് ചെയ്യാം. നമ്മുടെ സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്ക് ഡിന്നറൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 8:30 to 10:30 വരെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്റ്റഡിക്ക്, 8:30 to
11:30 വരെ നിങ്ങൾക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ 11 വരെ ചെയ്യാം. നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഡെയിലി സ്റ്റഡി ടൈം ടേബിളിൽ പഠിക്കുക. 3 hours സ്ലോട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു 11:45 ആകുമ്പോഴേക്കും 11:30ക്ക് നിർത്തുക. 11:40 അതായത് 11:30 വരെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം പഠിക്കുന്നു, പിന്നെ നമ്മൾ NCERT വായിക്കുന്നു, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഷെഡ്യൂളിലുള്ളത്, ഏതൊക്കെ ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതൊന്ന് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഡെയിലി പ്ലാൻ എന്താണെന്നുള്ളത്. എന്നാലും ഒന്ന് പ്ലാൻ ചെയ്ത് അതൊന്ന് എഴുതി വെച്ചിട്ട് തലേ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം. സോ പ്ലാനിങ് യുവർ ഡേ വിൽ മേക്ക് തിങ്സ് 50% ടൈംസ് ബെറ്റർ. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും തോന്നും വെൻ യു പ്ലാൻ യുവർ ഡേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കളൊന്ന് വർക്കൗട്ട് ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് റോഡ് മാപ്പ് വാസ് ഹെൽപ്ഫുൾ. ഇത് യൂസ്ഫുൾ ആയി തോന്നിയവരൊന്ന് കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്കുള്ള ഒരുപാട് ടിപ്സും സ്ട്രാറ്റജീസും ആയിട്ട് മിസ് വരുന്നതായിരിക്കും. സൂപ്പർ കിങ്സ് ബാച്ചിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. നമ്മൾ ബേസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൾ ദിസ് നമ്പർ ആൻഡ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു ഓൾ ഇൻ ദ ക്ലാസ്. ബൈ.